എന്തുകൊണ്ടാണ് അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും ഒരു അമേരിക്കൻ സെനറ്ററെ ഇത്രത്തോളം ഭയം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷയും അമേരിക്കയ്ക്ക് മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നത്? കശ്മീർ താഴ്വര സന്ദർശിക്കാനുള്ള അമേരിക്കൻ സെനറ്ററായിട്ടുള്ള ക്രിസ് വാൻ ഹോളന്റെ തീരുമാനത്തോട് ഇന്ത്യ നോ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി UN അടക്കം വിളിച്ചു പറഞ്ഞില്ലേ, കശ്മീർ ശാന്തമാണ്, അവിടെയുള്ള ജനങ്ങൾക്ക് മേലിൽ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള നീക്കവും ഉണ്ടായിട്ടില്ല, അവരൊക്കെ ശാന്തതയിലാണ്, സമാധാനത്തിലാണ്. കശ്മീരിൽ ഇനി തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാകില്ല, അതിനെയൊക്കെ ഞങ്ങളുടെ സർക്കാർ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നരേന്ദ്രമോദിയുടെ വാദത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ കയറി വലിയ രീതിയിൽ വീരവാദം മുഴക്കുന്ന സംഘമിത്രങ്ങളോടും ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കൻ സെനറ്ററായിട്ടുള്ള ക്രിസ് വാൻ ഹോളന്റെ കശ്മീർ താഴ്വര സന്ദർശനം തടഞ്ഞത്? അതിനെന്തുത്തരമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? അദ്ദേഹം ആ തീരുമാനത്തോട് ഇന്ത്യ നോ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണവുമായി രംഗത്തെത്തി. ഇന്ത്യൻ എക്സ്പ്രസിലൂടെയാണ് ഈ പ്രതികരണം രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് കശ്മീരിൽ ഒന്നും മറച്ചു വെക്കാനില്ല എങ്കിൽ ഇന്ത്യ കശ്മീർ താഴ്വര ശാന്തമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ കശ്മീർ സന്ദർശിക്കാൻ നിങ്ങൾ അനുവദിക്കാത്തത്? അമേരിക്കൻ സെനറ്ററുടെ ഈ ചോദ്യത്തിന് എന്തു മറുപടി നിങ്ങൾ നൽകും? വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരിൽ ഇന്ത്യ വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ചിരുന്നു. ആ പ്രതിരോധം ജനങ്ങൾക്ക് മേലിലുള്ള നടപടിയായിരുന്നു എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കശ്മീർ താഴ്വര സന്ദർശിക്കാൻ അമേരിക്കൻ സെനറ്ററായിട്ടുള്ള ക്രിസ് വാൻ ഹോളൻ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറായത്. പക്ഷേ അദ്ദേഹം കശ്മീർ താഴ്വര സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് അമേരിക്കക്ക് നൽകിക്കഴിഞ്ഞാൽ പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നുള്ള ഒരു ഭയമാണോ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ തടയാൻ നിങ്ങൾ മുന്നിലോട്ട് വരാനുള്ള കാരണം? ഇനിയെങ്കിലും തിരിച്ചറിയുക, മനസ്സിനകത്ത് കുറച്ചെങ്കിലും മനുഷ്യ സ്നേഹമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, കശ്മീരിലെ ജനങ്ങൾ ദുരിതത്തിലാണ്, പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ്. അവരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അറിയാൻ വരുന്നവരോട് ഇന്ത്യ നോ പറയുകയാണ്. എന്നിട്ടും അവർ പറയുന്നു കശ്മീർ ശാന്തമാണ് എന്ന്. പക്ഷേ അമേരിക്കൻ സെനറ്ററുടെ സന്ദർശനത്തിനോട് നോ പറഞ്ഞപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് കശ്മീർ വിഷയത്തിൽ ഇന്ത്യ നാടകം കളിക്കുന്നു എന്ന്. ഇന്ത്യ എന്ന് പറയുന്നതിനും അപ്പുറം നരേന്ദ്രമോദിയും അമിത്ഷയും നാടകം കളിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Watch.